ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഉള്ളിയും തക്കാളിയും കക്കിരിക്കയും കൂടിയിട്ടുള്ള ഒരു പച്ചടിയുമായിട്ടാണ്. അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്കൊരു പച്ചടി ഉണ്ടാക്കാം. ആദ്യമായി ഒരു കക്കിരിക്ക എടുത്തിട്ടുണ്ട്, പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഉള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാ വെജിറ്റബിളും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായി ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഒരു ഉള്ളി, സവാള, അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. പിന്നീട് ഒരു തക്കാളിയാണ്, തക്കാളി ഇട്ട് കൊടുത്തു. അതിനുശേഷം പകുതി കക്കിരിക്ക അതുകൂടി ഇട്ട് കൊടുത്തു. പിന്നീട് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നീട് പച്ചമുളക്, 2 പച്ചമുളകുണ്ട്, അതും ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നീട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് ഞരടി എടുത്ത് കൊടുക്കണം. ഇതിവിടെ നല്ലതുപോലെ ഞരടി എടുത്തിട്ടുണ്ട്. ഇതുപോലെയും സാലഡായും കഴിക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരാണ്, തൈര് ഒഴിച്ച് കൊടുക്കാം. കട്ട തൈരാണ്. തൈര് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണിത്, ഇതേപോലെ കഴിക്കുവാനും. നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇതേപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ സാലഡായി കഴിക്കുവാൻ നല്ല ഒരു തക്കാളി ഇതാണ്, സാലഡാണ്. ഇത് ഇതേപോലെ തന്നെ ബിരിയാണിക്ക് കഴിക്കുവാൻ പറ്റിയ നല്ലൊരു സാലഡാണിത്. ഇനി ഇത് നമ്മൾ താളിച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊരു പച്ചടിയായിരിക്കും. തക്കാളി, ഉള്ളി, കക്കിരിക്ക, തൈര് കൂടി ഒഴിച്ചത് കൊണ്ട് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് താളിച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു പച്ചടിയാകും. നമുക്കതിന് ഇതിലേക്കൊരു താളിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. താളിച്ചൊഴിച്ച് കൊടുക്കാനായി ഒരു പാൻ സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. കടുക് അവിടെ നിന്ന് പൊട്ടി വരട്ടെ. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 കൊച്ചുള്ളി ഉണ്ടല്ലോ, അത് നേരിയതായി കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതാ ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇത് പച്ചടിയിൽ ഒഴിച്ച് കൊടുക്കാം. അടിപൊളി ടേസ്റ്റോട് കൂടിയ ഉള്ളി, തക്കാളി, കക്കിരിക്ക പച്ചടി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താളിച്ചൊഴിച്ച് കൊടുക്കാതെയാണെങ്കിൽ ബിരിയാണിക്ക് ബെസ്റ്റാണ്. ഇങ്ങനെയും കഴിക്കാം. ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും കഴിക്കുവാൻ ബെസ്റ്റ് റെസിപ്പിയാണിത്. എന്നാൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കൂ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.